Good afternoon, ma'am. Hello, good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. How are you? Fine, madam. Fine. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്? മാഡത്തിനെ കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? മാഡം ചോറ് കഴിച്ചോ? കഴിച്ചു. കുറെ ദിവസം മീൻസ് 2 വീക്സിലെ ക്ലാസ്സുകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ദിവസം എന്റെ ഓൺ പേഴ്സണൽ കാര്യം കൊണ്ട് ഞാൻ ലീവ് എടുത്തതാണ്. ഒരു മൺഡേ, ഐ തിങ്ക് അപ്പൊ അത് പിന്നെ ഒരു ദിവസം നമ്മൾ ആഫ്റ്റർനൂണിൽ ക്ലാസ് ഉണ്ടാവാതിരുന്ന ഒരു ദിവസം, ഇത് ഭയങ്കര മഴയൊക്കെ വന്നപ്പോ കഴിഞ്ഞ മൺഡേയില് കുറച്ചു നേരം ക്ലാസ് എടുക്കാൻ പറ്റുമല്ലോ മോർണിംഗിൽ തന്നെ. അപ്പൊ ഒരു 11:15 ആയപ്പോഴേക്കും നമ്മൾ ക്ലാസ് നിർത്തി. അതുകൊണ്ട് അടുപ്പിച്ച് 2 ആഴ്ച കാണാത്തത് കൊണ്ട് കുറെ ദിവസമായ പോലെ തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, എല്ലാവരും ഒക്കെ വായിച്ചൊക്കെ നോക്കണ്ട. നമ്മളെ കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്ത ഭാഗങ്ങളൊക്കെ വ്യക്തമായി പഠിക്കുന്നുണ്ടോ എല്ലാവരും? വെരി ഗുഡ്. നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് എനിക്ക് എടുക്കാൻ കുറച്ച് പോർഷൻസേ ഉള്ളൂ. ബിക്കോസ് ആഴ്ചയില് ഒരു അതെ 24/6 അല്ലെ? അതെ ശരിയാ. 1-ാം തീയതി വരാൻ ക്ലാസ്സിൽ എടുത്തില്ല. 1-ാം തീയതി ഏതായിരുന്നു? 2 ആഴ്ചയിലാണ് ഞാൻ വരാതിരുന്നത്. എനിക്ക് ഓർമ്മയില്ല. ജൂലൈ 1 കണ്ടത് ക്ലാസ് ഉണ്ടായത് മാം. അതന്നെ, ജൂലൈ 1 അതാണ് ഞാൻ ഓർത്തത്. ഇവിടെ 24/6 ആരോ ഇട്ടിട്ടുണ്ട്. അതല്ല, അത് കഴിഞ്ഞൊരു ക്ലാസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. 8-നും 15-നുമാണ് ഞാൻ എടുക്കാൻ ക്ലാസ്. 8-ാം തീയതിയും 15-ാം തീയതി. 8-ാം തീയതി എന്റെ പേഴ്സണൽ മാറ്റർ കൊണ്ട് ഞാൻ ലീവ് എടുത്തതാണ്. 15-ാം തീയതി ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ നിർത്തിവെക്കണമെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. രാവിലത്തെ ബാച്ചിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവരും കയറിയോ? ഇത്രയൊക്കെ ഉണ്ടാവാറുണ്ടോ പിള്ളേര്? ആദ്യമൊക്കെ എന്തോരം പിള്ളേരായിരുന്നു? 36. ഇത്ര ഉണ്ടാവാറുണ്ടോ സ്ട്രെങ്ത്? അല്ലെങ്കിൽ ഞാനാണെന്ന് വിചാരിച്ചിട്ട് വരാത്തതാണോ? ഇതൊന്നും അല്ല മേഡം, ഇതിന് 50-നും 60-നും മുകളിൽ ആൾക്കാരുള്ളതാണ്. 50-60 പിള്ളേരൊക്കെ ഉണ്ടാവാറും. അപ്പൊ എനിക്ക് തോന്നുന്നു വഴിയെ വരുന്നവരായിരിക്കും അല്ലേ? ഇടയ്ക്ക് കയറുന്നവരായിരിക്കും. 40 വരെ കാണും മേഡം. ഓക്കെ. നമ്മളെവിടെ വരെ പഠിച്ചു നിർത്തിയേ? അവര് വരട്ടെ, അവര് വഴിയിൽ കയറിക്കോളും വണ്ടിയില്. നമുക്ക് പോകാം, ഓടിച്ച് സ്റ്റോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, അവരിടയില് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ച് കയറട്ടെ, വണ്ടി കയറട്ടെ. എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയ ക്ലാസ്സില്? പൾമനോളജി വരെ. വെരി ഗുഡ്. പൾമനോളജി പറഞ്ഞു തീർത്തു. പൾമനോളജിയുടെ ഡിഫറെന്റ് നെയിംസും നമ്മൾ കേട്ടു അല്ലെ? Which are the other names of pulmonology? ഒന്ന് പറയാമോ? ജോബി മോൾ, ജോസ് പറയൂ. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു പൾമനോളജി? ജോബി മോൾ. പറയൂ. റെസ്പിറോളജി, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ.
റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്ന്. ഓക്കെ, അപ്പൊ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിപ്പാർട്ട്മെന്റ് കോൺസെൻട്രേറ്റഡ് ഓൺ? ഏതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്? റിൻസി പറയാമോ? ഡയഗ്നോസ് ട്രീറ്റ്മെന്റ്. എന്താണ്? ഡിസീസ് ലങ്സിന് ഡയഗ്നോസ് ട്രീറ്റ്മെന്റ്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അങ്ങനെയൊക്കെ ലങ്സ്. ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് വരുന്ന ഡിസോർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു പൾമനോളജിസ്റ്റുകൾ. അതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ന്യൂമോണിയ, പിന്നെ ആസ്മ, ട്യൂബർകുലോസിസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ പൾമനോളജി വരെ നിർത്തിയിട്ടുണ്ട്. 2 ടുമോർ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് സർജറിയും ഒന്ന് യൂറോളജി ആൻഡ് ആൻഡ്രോളജിയും. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോകാട്ടോ. അപ്പൊ അതിനു മുമ്പ് ഞാൻ മ്യൂട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കുള്ള ഡിസ്റ്റർബൻസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണത്? പ്ലാസ്റ്റിക് സർജറിയാണ്. പ്ലാസ്റ്റിക് സർജറി കേട്ടിട്ടുണ്ടായിരിക്കും പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് അല്ലെ. ചില അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വല്ല ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പല ശരീരത്തിന്റെ പല വിസിബിൾ ആയിട്ടുള്ള പാർട്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ നോർമൽ ഒരു അനാട്ടമി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻസിലൂടെയൊക്കെ വരാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് അതിനെയൊക്കെ നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി അപ്പീലിംഗ് മാനറിൽ നമ്മളുടെ ഒരു സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചറിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ്സ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിസിൻ കൂടിയാണ്. സർജറീസ് ആണ് ഇവിടെ കൂടുതലും നടക്കുക. കാരണം സർജറിയിലൂടെ അബ്നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സ് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള സർജറീസ് ആയിരിക്കും ഇവിടെ നടക്കുക. വിച്ച് ഫോക്കസസ് ഓൺ സർജിക്കൽ റിപ്പയർമെന്റ് ഓഫ് എനി ഡിഫക്ട് ഓർ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ഫംഗ്ഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റിലോ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റിലോ ഒക്കെ സർജിക്കൽ റിപ്പയർമെന്റിലൂടെ എന്താ പറയാ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് സർജറീസ്. ഇതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ 2 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയാണ്. ദാറ്റ് മീൻസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റുകളൊക്കെ ഇല്ലാതെയാക്കുന്നതാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ബൈ ബർത്ത് ജന്മനാ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന അബ്നോർമാലിറ്റീസ് നമ്മുടെ അനാട്ടമിക്ക് നോർമൽ ആയിട്ടുള്ള അനാട്ടമിനേക്കാൾ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ആ ഒരു നോർമൽ സ്ട്രക്ചറിൽ നിന്നും എന്തെങ്കിലും ഡിവിയേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതില്ലാതെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇറ്റ് കറക്ട്സ് അവർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്. നമ്മുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകളെ മാറ്റിക്കെടുക്കുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ബർത്തോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻസിലോ ഒക്കെ ഉണ്ടാകുന്ന ചില ശരീരഭാഗങ്ങളിലൊക്കെ വരുന്ന ചില വ്യതിയാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ വിസിബിൾ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ നേരെ കാണാൻ പറ്റും. ചില അപകടമൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ തലയിലൊക്കെ എന്തെങ്കിലും വന്നു ഭയങ്കരമായിട്ടൊക്കെ അകത്തേക്കൊക്കെ എന്താ പറയാ കുഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമല്ല അതുപോലെ ശരീരത്തിന്റെ ഘടനയിൽ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഡിഫക്റ്റുകളൊക്കെ വരാം. അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുക ഒരു പരിധി വരെ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതാണ് റീകൺസ്ട്രക്റ്റീവ് പുനർനിർമ്മാണം പോലത്തെ ഒരു ഇതാണ്. ഇത് ഓൾറെഡി നമ്മുടെ ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇഫ് ദർ ഈസ് എനി അബ്നോർമാലിറ്റീസ് ഇൻ അവർ അനാട്ടമി, നമ്മുടെ ശരീരഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് റീകൺസ്ട്രക്റ്റീവ് എന്ന് മനസ്സിലായോ? ബൈ ബർത്ത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരു ആക്സിഡൻസിലോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് അതിന് വേണ്ടിയിട്ടുള്ള റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ഈസ് അനദർ പ്ലാസ്റ്റിക് സർജറി വിച്ച് ഇസ് നോൺ ആസ് കോസ്മെറ്റിക് സർജറി.
മറ്റൊന്നാണ് പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്ന മറ്റൊരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി. അതെന്താണ് അതിന്റെ പ്രത്യേകത? ഇത് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ആ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ചില സർജറീസിലൂടെ അല്ലെങ്കിൽ ചില മെഡിക്കൽ പ്രോസസ്സിലൂടെ നമ്മളുടെ ബോഡീനെ ഒന്നുകൂടി അപ്പീലിംഗ് ആക്കാൻ, എന്ന് വെച്ചാൽ കൂടുതലും ഇതൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസോ അങ്ങനെയുള്ളവരൊക്കെയാണ്. അവരുടെ ബോഡി ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉണ്ടാകുമല്ലോ ഏജ് കൂടുമ്പോ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഡെലിവറി ഒക്കെ അതിനൊക്കെ ശേഷം അവരുടെ ബോഡി സ്ട്രക്ചറിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ചേഞ്ചസ്, ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഇതൊക്കെ കറക്റ്റ് ചെയ്യുക, അവരെ കുറച്ചുകൂടി കൂടുതൽ അപ്പീലിംഗ് ആകുന്ന രീതിയിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഇത് ഭംഗി എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്ന ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി. കൂടുതലും എന്താ പറയുക, സെലിബ്രിറ്റീസ്, ഫിലിം ആക്ട്രസുകൾ അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെ അവരൊക്കെ ഇതിനെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദയർ ബ്യൂട്ടി അല്ലെ. അവർ ഫിലിമിലൊക്കെ എന്താ പറയാ റോള് ചെയ്യുമ്പോൾ അവരുടെ ബ്യൂട്ടി നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യകതയാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ദയർ പ്രൊഫഷൻ അല്ലെ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവര് സുന്ദരന്മാരും സുന്ദരികളായിരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യകതയാണ്, നെസസിറ്റിയാണ്. ഓക്കെ, സോ ദാറ്റ് അവരാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പോകാം. നമ്മൾ ഒരുപാട് പേരെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത്തരം സർജറീസിലൂടെയൊക്കെ ഒത്തിരി ഇത്തരം സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ ചിലർ ഫേസ് കറക്റ്റ് ചെയ്യുന്നതാകാം, ഫേസിന്റെ അപ്പിയറൻസ്. ചിലപ്പോൾ ചിലര് ഏജ്ഡ് ആയി, പക്ഷെ എന്താ പറയാ ചില ട്രീറ്റ്മെന്റുകളിലൂടെ അവരുടെ ഏജിനെ കുറച്ച് കാണിക്കാൻ, അതായത് നമ്പർ ആയിട്ട് നോക്കുമ്പോൾ ഏജ് വൈസ് നമ്പർ ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയൂലേ, ഏജ് എന്ന് പറയുന്നത് ആ നമ്പർ ഉള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ അതിനേക്കാൾ ഭയങ്കര യങ്ങസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാനായിട്ട് സാധ്യതകളുണ്ട്. അതൊക്കെ കുറെയൊക്കെ ഇത്തരം സർജറീസ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ രണ്ടും രണ്ടാണെന്നുള്ള കാര്യം ഓർക്കാം. മറ്റേത് കറക്റ്റ് ചെയ്യലാണ്, നമ്മളുടെ ബോഡി സ്ട്രക്ചറും ഫങ്ഷൻസും കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എങ്കിൽ എൻഹാൻസിങ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി ആൻഡ് ബൈ ത്രൂ എന്താ പറയാ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? രണ്ടും ഒന്നാണോ? നേരം ഒന്നാണോ? രണ്ടും ഒന്നായിട്ട് തോന്നിയോ പറഞ്ഞപ്പോ? റിപ്ലൈ ഇല്ലല്ലോ. അല്ല, രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. എളുപ്പം വല്ല തമ്പോ കുന്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടുക, അപ്പോഴല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ കേൾക്കാനുള്ള ഉച്ചയായി ഫുഡൊക്കെ കഴിച്ചതാണെങ്കിൽ ഇപ്പൊ ഇത്രയും നേരമൊക്കെ നല്ല വെയിലായിരുന്നു, ചൂടായിരുന്നു, മഴയ്ക്കുള്ള കാര്യം ഒക്കെ വെക്കേണ്ടത്. ഇവിടെ ഇരുട്ടായി. ഇത്രയും നേരം നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മഴയ്ക്കുള്ള കോളൊക്കെ വന്നിട്ട് അപ്പൊ നിങ്ങൾ ഇനി ഉറങ്ങാനുള്ള പുറപ്പാടാണോ? അല്ലല്ലോ. എന്താ ചേട്ടാ, എന്തായാലും നിങ്ങൾ ഉറങ്ങണ്ട, തീർച്ചയായിട്ടും ഞാൻ നല്ല ഉറക്കെ സംസാരിക്കും. ഓക്കെ, മഴയുണ്ടാ? അപ്പൊ ഇവിടെ മഴ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിനുള്ള എന്താ പറയാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആയി പോയി. ഓക്കെ, അപ്പൊ അതാണ് പ്ലാസ്റ്റിക് സർജറിയിൽ ഇത്രയുള്ള പഠിക്കാൻ. അപ്പൊ ഓർക്കുക, പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അത് വിച്ച് ഫോക്കസസ് ഓൺ ദ സർജിക്കൽ റിപ്പയർ ഓഫ് ദ ഡിഫക്ട്സ് ഓഫ് അവർ സ്ട്രക്ചർ ഓഫ് അവർ ബോഡി ആൻഡ് ഓൾസോ ദ ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ചില ഫങ്ഷൻസിനെയും ചില സ്ട്രക്ചേഴ്സിനെയൊക്കെ എന്താ പറയാ കറക്റ്റ് ചെയ്യുക സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ എന്നുള്ളതാണ് നമ്മളുടെ പ്ലാസ്റ്റിക് സർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. there are 2 types, രണ്ട് രീതിയിലാണ്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് അതർ വൺ ഈസ് കോസ്മെറ്റിക് സർജറി. മനസ്സിലായല്ലോ? ഓക്കെ, പോകാലോ അടുത്തതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. ഓക്കെ, യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. യൂറോളജി നമ്മള് എന്താ പറയാ നേരത്തെ നമ്മള് ഫിമെയിൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ്, ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് ഒക്കെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു അല്ലെ, ഗൈനക്കോളജി, വിച്ച് ഹാവ് സം സ്പെഷ്യൽ ഏരിയാസ് വിച്ച് ഇസ് നോൺ ആസ് ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടു അല്ലെ. ഗൈനക്കോളജി എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രത്യുൽപാദന സമ്പ്രദായത്തെ തകരാറിലാക്കുന്ന പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഗൈനക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് മാത്രമാണോ തകരാറുകൾ ഉണ്ടാകുക? തീർച്ചയായിട്ടും അല്ല. ഹ്യൂമൻ ആയിട്ട് ജനിച്ച എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാം ഫുൾ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നവഡേയ്സ് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ വി ആർ നോട്ട് കോൺഫിഡന്റ് അബൌട്ട് അവർ ഹെൽത്ത്. ഇങ്ങനെ കോടിയൊക്കെ ചാടിയൊക്കെ നടക്കും, ഇങ്ങനെ കൊച്ചൊക്കെ ഉണ്ടാക്കിയൊക്കെ നടക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി പോകുമ്പോഴായിരിക്കും നമുക്ക് ഇന്നതുണ്ട്, അതുണ്ട്, ഇതില്ല എന്നും കുറേക്ക് കൂടുതൽ ഉണ്ട് എന്നൊക്കെ കേൾക്കുക അല്ലെ.
അതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു പരിധി വരെ ആ പരിസരത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് എന്തായാലും ഫോഴ്സ് ടു ഗോ ദർ, അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ്. സോ ഹിയർ ആൻഡ്രോളജി ഓർ യൂറോളജി ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഫോക്കസ് ഓൺ ദ ഡിസീസസ് വിച്ച് ഇസ് കോൺസെൻട്രേറ്റഡ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം. അതായത് സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റം എന്താണത്? മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും, നമ്മുടെ യൂറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു ചിലപ്പോൾ ഏരിയ ഉണ്ടായിരിക്കും, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിനും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫീമെയിലിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗൈനക്കോളജി ആണെന്ന്. അപ്പൊ ഇവിടെ ഫീമെയിലിന് മാത്രമല്ല മെയിൽസിലും ദർ മേ ബി സം പ്രോബ്ലംസ് അല്ലെ റിഗാർഡിംഗ് ദർ റീപ്രൊഡക്ഷൻ, അതായത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരിലും ചില പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. സോ അതിനുകൂടി വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്ലസ് യൂറിനറി ട്രാക്ട് സിസ്റ്റം ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൻ അല്ലെ, പെണ്ണുങ്ങളിലും അതുപോലെ ആണുങ്ങളിലും കാണുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റം, ആ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളടക്കം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയും ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് യൂറോളജിയിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ്, വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി, ഏതൊക്കെ ഓർഗൻസ് ആണ് ഈ പറയുന്ന യൂറോളജി വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാൻ പറയുന്നുണ്ട് അവിടെ. കിഡ്നീസ്, adrenal gland, ureters, urinary bladder, urethra and the male reproductive organs എല്ലാം തന്നെ ആണുങ്ങളുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും പ്ലസ് കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്സ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നാണ് പറഞ്ഞേക്കണേ. എന്ന് പറയുമ്പോൾ കിഡ്നി അറിയാലോ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നടത്തുന്ന ഒരു സാധനമാണ്, ഒരു അവയവമാണ്, ഓർഗനാണ് കിഡ്നി. അഡ്രിനൽ ഗ്ലാൻഡ്, എന്താണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? അവിടെ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പെയിൽ യെല്ലോ കളറിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്, അതും നമ്മളുടെ ബോഡിയിലുള്ളതാണ്. പിന്നെന്താ യുറേറ്റേഴ്സ് ആൻഡ് യുറേത്ര, അതായത് യൂറിൻ പാസ് ചെയ്യുന്ന എന്താ പറയാ യുറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ പാസ് ചെയ്ത് കൊണ്ടുപോകുന്ന മൂത്രനാളി എന്നൊക്കെ പറയും. യുറേത്ര മീൻസ് ത്രൂ വിച്ച് ദ യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്, അത് പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു എന്താ പറയാ ഡക്റ്റ് ആണ്, ഒരു തുറന്ന ഒരു സ്ഥലം, അതിൽ കൂടിയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന യൂറിൻ, അതാണ് യുറേത്ര എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡർ ഇൻ വിച്ച് ദ യൂറിൻ ഈസ് കളക്റ്റഡ് അല്ലെ, നമ്മുടെ ശരീരത്തിൽ അധികം ആവശ്യമില്ലാത്ത ജലാംശത്തെയൊക്കെ വലിച്ച് ഒരു ബ്ലാഡറിനകത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും, അതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയവം, അതാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എല്ലാ അവയവങ്ങളും ഈ യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. മറക്കണ്ട, കിഡ്നി, യൂറിനറി അഡ്രിനൽ ഗ്ലാൻഡ്സ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് മൊത്തം. അപ്പൊ ഏതൊക്കെയാണ് യൂറോളജിയിൽ വരുന്ന ഓർഗൻസ് എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അതിനകത്ത് വരാത്തത് ഏതാ അല്ലെങ്കിൽ ഇല്ലാത്തത് ഏതാ എന്നൊക്കെ പറയും. ഇനി മാത്രമല്ല, ഇറ്റ് ഓൾസോ മാനേജ് ദ മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് യൂറിൻ ഇൻഫെക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ മിക്കവാറും എല്ലാവർക്കും. അതായത് വിമനിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു അസ്വസ്ഥതയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇനഫ് വാട്ടർ കുടിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. മാത്രമല്ല സർജിക്കൽ കണ്ടീഷൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ ബ്ലാഡർ, ഈ ബ്ലാഡറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ നിറയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അപ്പൊ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ചില സർജറീസ് ആൻഡ് ഓൾസോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺസ്, കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ട്രോമാറ്റിക് ഇഞ്ചുറി, ഇതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താ അതൊക്കെ സർജറി നടത്തപ്പെടേണ്ട അവയവങ്ങളാണ് പറഞ്ഞേക്കണേ. ബ്ലാഡറിൽ ഉണ്ടാകുന്ന യൂറിനറി ബ്ലാഡറിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. വാട്ട് ഈസ് ഇറ്റ്? പ്രോസ്റ്റേറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് നമ്മുടെ മെയിൽ പുരുഷന്മാരിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോസ്റ്റേറ്റ്, ഇൻ വിച്ച് അവിടെയും ചിലപ്പോഴൊക്കെ ചിലർക്ക് ക്യാൻസേഴ്സ് വരാറുണ്ട്. അത് ചിലപ്പോൾ ഡയറക്ട്ലി ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് അവർ റീപ്രൊഡക്ഷൻ, നമ്മളുടെ പ്രത്യുൽപാദനത്തെ അത് ബാധിക്കും. ആ ഭാഗത്തൊക്കെ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ അതൊരു അവയവമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. അതിനകത്ത് വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കാം. പിന്നെ കിഡ്നി സ്റ്റോൺസ്, പിന്നെ കോൺജനിറ്റൽ അബ്നോർമൽ. കോൺജനിറ്റൽ മീൻസ് ബൈ ബർത്ത് കൊണ്ടുണ്ടാകുന്ന എന്താണ് പറയാ അബ്നോർമാലിറ്റീസ് ആണ്. നമ്മൾ ജന്മനാ തന്നെ ഈ പറയുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന ചില ക്രമക്കേടുകൾ, ഡിസോർഡേഴ്സ്, ഡിസീസസ്
ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഇവിടെ യൂറോളജി ആൻഡ് ആൻഡ്രോളജിയിലാണ് ക്യൂർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ട്രോമാറ്റിക് ഇഞ്ചുറി, ദാറ്റ് മീൻസ് എന്താ ട്രോമാറ്റിക് ഇഞ്ചുറി? ഇപ്പൊ നേരത്തെ ഒക്കെ ഭയങ്കര എന്തെങ്കിലും വലിയ അപകടത്തിൽ വലിയൊരു അടിച്ചും തല്ലിയൊക്കെ നമ്മൾ വീഴുമ്പോ അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അന്നേരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ വരും. അത് പിന്നീട് ചിലപ്പോൾ അവിടെ കിടന്നിട്ട് വലിയ എന്തെങ്കിലും എന്താ പറയാ ഒരു രോഗമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വലിയ ഇടിയോ അല്ലെങ്കിൽ വലിയ ഒരു എന്താ അടിച്ചു വീഴുന്നതിന്റെയോ ഫലമായിട്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ഓർക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആദ്യം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി യൂറോളജിയിൽ ഏതൊക്കെ എന്താ പറയാ ഓർഗൻസ് ഡൊമൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് അതിന്റെ കീഴിൽ വരുന്ന ഓർഗൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്സ്, യുറേട്ര, യൂറിനറി ബ്ലാഡർ, യുറേറ്റേഴ്സ്, പിന്നെ മാത്രമല്ല റിപ്രൊഡക്റ്റീവ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എല്ലാ ഓർഗൻസും അതിനകത്ത് പെടും. ഇനി മാത്രമല്ല ഇത് കൊടുക്കുന്ന സർജറീസ് എന്തിനൊക്കെയാന്ന് വെച്ചാൽ ബ്ലാഡേഴ്സ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺസ്, കൺജനറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ഓൾസോ ട്രോമാറ്റിക് ഇഞ്ചുറി, ഇതിനൊക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെയും എന്താ പറയാ ട്രീറ്റ് ചെയ്ത് അതിനെയൊക്കെ മാറ്റുന്ന രോഗങ്ങളെയൊക്കെ മാറ്റുന്ന ട്രീറ്റ്മെന്റുകളുമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയോ? എന്താന്ന് മനസ്സിലായോ? യൂറോളജി ആൻഡ് ആൻഡ്രോളജി ക്ലിയർ ആയോ? ഓക്കെ, അത് ക്ലിയർ ആയെങ്കിൽ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. കാരണം ഇനി നമ്മൾ എടുക്കുന്നത് അടുത്ത ഭാഗമാണ്. നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന OP ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. OP ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഏകദേശം അതിനെയൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പൊ ആ ഭാഗം തീർന്ന് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്ന ഭാഗത്തോട് ചേർന്ന് നിൽക്കേണ്ട, അല്ലെങ്കിൽ അതും കൂടി ഈ പറയുന്ന സപ്പോർട്ട്സ് കൂടി ഉണ്ടായാൽ മാത്രമേ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഒരു വലിയ ഡെവലപ്മെന്റ് ആകുള്ളൂ. അപ്പൊ സ്മൂത്ത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോണേ. അപ്പൊ അതിന് മുമ്പ് ഇതൊന്നും അങ്ങോട്ട് നമുക്ക് എഴുതി വെച്ചിട്ട് പോകാം, അതായിരിക്കും നല്ലത്. അത് വേഗം എഴുതിക്കോട്ടാ. പ്ലാസ്റ്റിക് സർജറിയിൽ നത്തിങ് ടു റൈറ്റ്, ഒന്നും എഴുതാനൊന്നുമില്ല. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അവിടെ കിടക്കുന്ന അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. രണ്ട് രീതിയിലുണ്ടെന്നും അതൊരു സർജിക്കൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി ആണെന്നും ഉള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. രണ്ട് രീതിയിലുണ്ട്, റീകൺസ്ട്രക്റ്റീവും അതുപോലെ കോസ്മെറ്റിക് സർജറീസും ഉണ്ടെന്ന് ഓർത്തിരിക്കാം. ഇതൊന്ന് എഴുതി വെക്കാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്നൊന്ന് ഹെഡിങ് എഴുതാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഹെഡിങ് എഴുതാം. എന്നിട്ട് അതിനകത്ത് വന്ന ചില വേർഡ്സും എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, അത് എഴുതാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം ഒന്ന് എഴുതാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം, യൂറിനറി ട്രാക്ട് സിസ്റ്റം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. മൂത്രാശയ അണുബാധ, മൂത്രാശയ അണുബാധ എന്നാണ് അതിന്റെ മീനിങ്. Next one, adrenal glands ചെയ്ത adrenal gland, adrenal glands. മലയാളത്തിൽ അതിനെ കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുണ്ടോ വല്ലവരും? അഡ്രിനൽ ഗ്ലാൻസ് അന്തസ്രാവി ഗ്രന്ഥികൾ കേട്ടാ, അതാണ് മലയാളം. അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A gland which is seen, gland which is seen in pale yellow color, PALE, pale yellow color, which is in the shape of triangle, which is in the shape of a triangle above the kidney, above the kidney. എഴുതിയോ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വൺ യുറേറ്റേഴ്സ് എഴുതിക്കോട്ടെ. യുറേറ്റർ, യുറേറ്റർ അതിന്റെ കൂടെ യുറേറ്റേഴ്സ് മൂത്രനാളി എഴുതാ, അവിടെ എഴുതി വെച്ചാൽ മതി. അത് പറയുമ്പോ തന്നെ മനസ്സിലായല്ലോ എന്താണെന്ന് സംഭവം മനസ്സിലായല്ലോ. യുറേറ്റർ മൂത്രനാളി,
urethra. Urethra means a duct through which duct means an opening, a ചെറിയ opening ആണ്. A duct through which urine is discharged. Through which urine is discharged. A duct through which urine is discharged. Next one, അടുത്ത വേർഡ് ഏതാ? A duct through which urine is discharged. അടുത്തത് prostate cancer. Prostate cancer, prostate, prostate cancer. ഒരു hyphenated എഴുതാ. An important gland in male reproductive system. In male, male reproductive system. An important gland in male reproductive system, comma, prostate. Prostate. Sure. The cancer which is formed in this prostate. Formed in this prostate is prostate cancer. Prostate ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് നമ്മൾ prostate cancer എന്ന് വിളിക്കുക. Is prostate cancer. Next one, traumatic injury. Traumatic injury, TRAU, traumatic injury. A tissue injury that occurs, a tissue injury that occurs due to a sudden violence or accident. Due to a sudden violence or accident. പെട്ടെന്നൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിപിടിയൊക്കെ കൂടുമല്ലോ, പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തില്, അതായത് ആ ഒരു ഇതിൽ കിട്ടുന്ന ഒരു ചിലപ്പോ വല്ല അടി തൊഴിയൊക്കെ ആയിരിക്കാം, അങ്ങനെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ആണ് ട്രോമാറ്റിക്. അപ്രതീക്ഷിതമായിട്ടൊക്കെ വരുന്നതില്ലേ ട്രോമാറ്റിക് ഇഞ്ചുറി. സഡൻ വയലൻസ് ഓർ ആക്സിഡന്റ്. വയലൻസ്, VIOLENCE. അടിപിടിയൊക്കെ കഴിയുമ്പോൾ നല്ല സ്ഥാനത്തൊക്കെ ഒരു കീറൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ അപ്രതീക്ഷിതമാണ്, ആക്സിഡന്റലി ഉണ്ടാകുന്നതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളതാണ്. ചിലതിനെയൊക്കെ ചില ഇഞ്ചുറീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ താഴേക്ക് വീഴാൻ പോകുമ്പോ വീഴാൻ പോവുകയാണ്, അപ്പൊ നമ്മൾ നമ്മളുടെ തന്നെ ചില അവയവങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, കെയർ ചെയ്യും. ഇപ്പൊ തലയൊക്കെ അടിച്ചു വീഴാതെ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ കൈ കുത്തി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് നമ്മൾക്ക് കൈ കുത്താനോ അത് എങ്ങനെ കുത്തണം, പെട്ടെന്നൊക്കെ കുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഒടിഞ്ഞു പോകും അല്ലെ, മനുഷ്യന്റെ അവയവങ്ങളാണ്. അപ്പൊ അത്തരം ഈ സിറ്റുവേഷൻസിലൊക്കെ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ അതിനൊക്കെ വലിയ ക്ഷതമാണ് സംഭവിക്കുക. അപ്പൊ അതാണ് നമ്മൾ ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോട്ട് ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD, IPD വിഭാഗങ്ങളായി ക്ലാസിഫൈ ചെയ്തെന്ന്. ഇൻപേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഔട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. ആ ഇൻപേഷ്യന്റിൽ വരുന്നത് എന്തുകൊണ്ട് അപ്പൊ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബിക്കോസ് എന്തായിരിക്കും ഒരു കാരണം, അത് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതൊക്കെ വേറെ ഉണ്ട്. വാർഡ്സ്, ലേബർ റൂം ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ അത് പേഷ്യന്റ് വാർഡ്, പേഷ്യന്റ് എന്താ പറയാ റൂം, അതൊക്കെ വേറെ വേറെ ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ടല്ലോ അല്ലെ. നിങ്ങൾക്ക് തന്നേക്കണ സിലബസ് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻസ് കൊടുക്കാതെ. ബട്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ വേറെ എവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻസ് ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും ആ ഹോസ്പിറ്റൽസിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാ. Afterwards, you will become a hospital administrator, and you have to understand that all these sectors or these have to be managed by you. നിങ്ങൾ തന്നെ അതിനെയൊക്കെ മാനേജ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്നതൊക്കെയാണ് നടക്കുക എന്നൊക്കെ നമ്മളിപ്പോ ഇത്രയും വളരെ വിശാലമായിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കിനി പോകേണ്ടത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ്. നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ കുറച്ച് അവിടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ് ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT and communication, medical service, social service, physiotherapy, medical maintenance and engineering, purchasing department or material management. ഇങ്ങനെ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. സപ്പോർട്ടീവിന്റെ പക്കത്തിൽ നമ്മളിങ്ങനെ തെറാപ്യൂട്ടിക്, ജനറൽ ഡയഗ്നോസ്റ്റിക്, അതുപോലെ ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞ് 4ആയിട്ട് തരംതിരിച്ചൊക്കെ പഠിച്ചല്ലോ. പക്ഷെ ഇതെല്ലാം കൂടി എല്ലാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും കൂടി ഇങ്ങനെ തരംതിരിക്കാതെ എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഓരോന്നും എന്താണ് നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടോ നോക്കട്ടെ. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്താ? അത് ലാബ് ടെസ്റ്റുകളാണ് അല്ലെ? ഇൻ വിച്ച് ലാബ് ടെസ്റ്റ് ആർ പെർഫോംഡ്. ഇവിടെ ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു. ബോഡി, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, മേ ബി ബ്ലഡ് ആകാം, യൂറിൻ ആകാം, അതർ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, മറ്റെന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കേണ്ടത് ഏതാണെന്ന് ഡോക്ടേഴ്സിന് അറിയാം. അന്നേരം അവരത് എടുക്കാൻ പറയും. അത് നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കുക. യൂറിൻ ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഗിവ്. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്. അതെടുത്തിട്ട് പുറത്ത് ലാബിൽ വെച്ച് അവര് എന്താ പറയാ നോക്കുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു. ആൻഡ് ദ റിസൾട്ട് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഫിസിഷ്യൻസ് ഓർ സ്പെഷ്യലിസ്റ്റ്. ഏത് ഡോക്ടർ ആണോ, സ്പെഷ്യലിസ്റ്റ് ആണോ, ഫിസിഷ്യൻ ആണോ ചോദിച്ചാൽ അവർക്ക് ആ റിസൾട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ ഐഡന്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ടു ബി ഗിവൺ ടു ദ പേഷ്യൻസ് അല്ലെ? ഏത് രീതിയിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് രോഗിക്ക് കൊടുക്കേണ്ടത് എന്നീ റിസൾട്ട് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തുന്ന, ലാബ് ടെസ്റ്റുകൾ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്. That means wide range of lab tests are performed here, which help the doctors for their treatment. ഡോക്ടർമാർക്ക് അവരുടെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ലാബ് പ്രൊസീജിയേഴ്സുകളാണ് ഇവിടെ നടക്കുക. ഇതാണ് ക്ലിനിക്കൽ ലബോറട്ടറി. ഓക്കെ. അടുത്തത് ഏതാ? റേഡിയോ ഡയഗ്നോസിസ് സർവീസ് ആണ്. എന്താ റേഡിയോ ഡയഗ്നോസിസ് സർവീസസ് വിച്ച് ഇസ് നോൺ ആസ് റേഡിയോളജി. റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഇവിടെ എന്താ നടക്കുക? ഇവിടെ മെഡിസിൻ എന്താ പറയാ ലാബ് ടെസ്റ്റുകളല്ല നടക്കുക, ഇമേജിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ അല്ലെ? അതായത് മെഡിക്കൽ ഇമേജിംഗ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഓർഗൻസിന്റെ ഡിസോർഡേഴ്സ്, ഡിസീസസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഹിയർ ദിസ് വിൽ ബി ഡൺ യൂസിങ് എക്സ്റേസ് അല്ലെ? പലതരത്തിലുള്ള എക്സ്റേയിലോ അല്ലെങ്കിൽ എന്താ പറയാ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ സ്കാനിങ്ങോ ഒക്കെ രൂപത്തിൽ ആണ് ഇവിടെ രോഗനിവാരണം നടത്തുന്നത്, രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നത്. മനസ്സിലായില്ലേ? ഇമേജിംഗ് പ്രൊസീജിയറുകളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായോ? നേരത്തെ പ്ലാസ്റ്റിക് സർജറിയിലെ 2 വ്യത്യാസങ്ങൾ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ ലബോറട്ടറി ആൻഡ് റേഡിയോളജി ആർ നോട്ട് സെയിം അല്ലെ? രണ്ടും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുന്നത് അവിടെ ബോഡി ഫ്ലൂയിഡ്സ് പുറത്തെടുത്ത് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. മറ്റേത് നമ്മുടെ ശരീരത്തിലകത്തേക്ക് ഇമേജിങ്, അതായത് പല റേസ് കടത്തി വിട്ടിട്ട് അതിന്റെ ഇമേജസ് എന്തെങ്കിലും സ്ക്രീനിൽ, മോണിറ്ററിൽ, PC-യിലൊക്കെ എന്താ പറയാ അത് പതിപ്പിച്ചിട്ട് അതിലൂടെ അവർക്ക് എവിടെയാണ് ശരീരത്തിന്റെ അകത്തുള്ള ഏത് ഓർഗനിലാണ് പ്രശ്നങ്ങളുള്ളത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ. എക്സ്റേ, അൾട്രാസൗണ്ട് പറയും നമ്മൾ ഇതിന്റെ അടിയിൽ ഇനി പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അത്രയും ഓർത്തിരിക്കാം. ക്ലിയർ ആണോ? രണ്ടും ഒന്നല്ലെന്ന് മനസ്സിലായോ? ഉറങ്ങിപ്പോയോ? കൈകളുടെ എണ്ണം കുറഞ്ഞുപോയി, കമ്പുകളുടെ എണ്ണം കാണുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇടയ്ക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾക്ക് അങ്ങനെയാ ക്ലിയർ ആകുന്നേ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നേരിട്ട് ഓഫ്ലൈൻ ആയിരുന്നു പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ടാൽ ആളുകൾക്ക് മനസ്സിലായി എന്നും, ചില ആളുകളുടെ മുഖത്തെ ഭാവം കണ്ടാൽ അയ്യോ അത് ക്ലിയർ ആയിട്ടില്ല ആ കുട്ടിക്ക് എന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും.
പക്ഷെ ഇവിടെ എന്റെ മുഖം മാത്രം, എന്റെ എക്സ്പ്രഷൻസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എന്റെ വിവിധങ്ങളായ കുറെ ഭാവങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭാവങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായി ചോദിക്കണേ. സോ യു ഹാവ് ടു എക്സ്പ്രസ് യുവർ എന്താ പറയാ ആൻസേഴ്സ് ത്രൂ ഇങ്ങനെയുള്ള തമ്പുകളോ അല്ലെങ്കിൽ യെസ് എന്നോ നോന്നോ ഒക്കെ ആയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്താൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പകുതി ആയിപ്പോയി, അയ്യോ ഞങ്ങൾ ഉറങ്ങിപ്പോയി, അവിടെ വീട് കിടക്കുകയാണോ എന്ന് അറിയില്ലല്ലോ, ഇത് ആരോടാ ഈ പറയണേ എന്നുള്ള മട്ടിലാവും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ശരിയായി, ഇപ്പൊ ശരിയാ. ഓക്കെ, എല്ലാം ശരിയായി. അപ്പൊ നോക്കിയേ, അടുത്തത് ഏതാ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കണ്ടാവും നിങ്ങളൊക്കെ, ചിലപ്പോ ക്ലാസ്സുകളെ പോയിട്ടുണ്ടാകും അതിന്റെയൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് അല്ലെ. അപ്പൊ CSSD ആണ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ളതാ. ടു കീപ് ദ എക്യുപ്മെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റുകളൊക്കെ പേഷ്യൻസിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. പേഷ്യൻസിന് സർജറീസും പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യുന്ന എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനകത്ത് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം, വളരെ അത്യാവശ്യമാണ്. അതർവൈസ് ദ ഡിസീസസ് ഓഫ് വൺ പേഷ്യന്റ് വിൽ സ്പ്രെഡ് ഓർ ഹാൻഡ് ഓവർ ടു അനദർ വൺ അല്ലെ. മറ്റൊരു പേഷ്യൻസിലേക്ക് രോഗാണുക്കളൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട്. അതൊക്കെ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD, സ്റ്റെറിലൈസ് എക്യുപ്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന്റെ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റുകളും എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ ഫാർമസി എന്താ? ഇൻ വിച്ച് ദ മെഡിക്കേഷൻസ് ആർ പ്രൊവൈഡഡ് ടു ദ ഇൻപേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. രോഗികൾക്ക്, അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും ആവശ്യത്തിന് മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു ഏരിയ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. Then the next one is medical records. Medical record എന്താ? ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഓൾ ദ റെക്കോർഡ്സ് റിഗാർഡിംഗ് ദ പേഷ്യൻസ്, അതായത് പാസ്റ്റ് നേരത്തെയുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ് സൂക്ഷിക്കുക. ഇപ്പോ കറന്റ്ലി വരുന്ന പേഷ്യൻസിന്റെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കെയർ, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആ ഡിപ്പാർട്ട്മെന്റിന്റെ. എന്ന് വെച്ചാൽ റെക്കോർഡൊക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ വെക്കുക. അത് ഈ ഓർഡറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെ. അടുക്കളയിൽ ഇരിക്കേണ്ട സാധനങ്ങൾ അടുക്കളയിലാണ്. നമ്മളുടെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയി ചട്ടിങ്ങലും വെക്കോ, നമ്മള് ഡ്രസ്സിംഗ് ചെയ്യുന്ന ടേബിള് അല്ലെ, സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു, കോസ്മെറ്റിക്സ് ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൊണ്ടുപോയി ഒരു ചട്ടിക്കാലം ഇവിടെ ഇരിക്കട്ടെ, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെ വെക്കാറുണ്ടോ ആരെങ്കിലും? തീർച്ചയായിട്ടും ഇല്ല. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പേസ്. ഓരോരുത്തരും അതിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പൗഡറോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ വേറെ എന്തെങ്കിലും ആണോ, ക്രീമോ ഒക്കെ കൊണ്ട് അടുക്കളയിൽ വെക്കോ? അറിയാണ്ട് എടുത്ത മുന്നേ ഈ ചട്ടിക്കകത്ത് ഒഴിക്കും അത്. അപ്പൊ അങ്ങനെ വെക്കില്ല. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തായിരിക്കും നമ്മൾ ഇതൊക്കെ കയറ്റി വെച്ചിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇറ്റ്സ് ഓർഡർ, ആ ഒരു സ്ഥലങ്ങളിലല്ല ഇത്തരം സാധനങ്ങൾ വെക്കുന്നതിന് എന്താ സംഭവിക്കുക? രാവിലെ തന്നെ ഒരു യുദ്ധമുണ്ട് നമ്മുടെ വീട്ടില് ഇല്ലേ. എല്ലാവരും വീട്ടിൽ മിക്കവാറും ഉണ്ടാവും ഒരു യുദ്ധം. കാലത്തെ എന്നിട്ട് ഒരു 9:30-10 മണിക്കുള്ളിൽ ആ യുദ്ധമൊക്കെ ഏകദേശം ഒരു അവസാനിച്ച് ശാന്തമാകും. പിന്നെ അടുത്ത യുദ്ധം തുടങ്ങുന്നത് വൈകുന്നേരമായിരിക്കും. അതെന്താ? വീട്ടിലുള്ള എല്ലാവർക്കും പോകാനാ അതേ കണ്ട. അയ്യോ, തീർച്ചയായിട്ടും എല്ലാവരുടെ വീട്ടിലുള്ളതാ. ഓരോ വീട്ടിലും അങ്ങനെ ഇല്ലാതിരിക്കില്ല നവഡേയ്സ്. ബിക്കോസ് കുട്ടികൾക്ക് പോകണം, നമുക്ക് പോകണം, എന്താ പറയാ ഹസ്ബൻഡിന് പോകണം, ബാക്കിയുള്ള അച്ഛനമ്മയ്ക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പോകണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെച്ചിട്ടായിരിക്കാം പോരണ്ടേ. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ കാലത്ത് തന്നെ ഒരു യുദ്ധം തന്നെയാണ്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണ് ഉദ്ദേശിച്ചത് അല്ലെ. എവിടെടാ അത്, ഇവിടെ നിന്റെ ബോക്സ്, നിന്റെ ഇതൊക്കെ ഞാൻ കൊണ്ടു നടക്കണോ, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ നമ്മൾ LKG പഠിക്കുന്ന കൊച്ചിനോട് തുടങ്ങി പറയും. എവിടെ വരെ മുട്ടനായിട്ട് വളർന്ന ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ചെക്കനോട് വരെ നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ. ഇതൊക്കെ ഇന്നുകൂടെ പറയുന്ന ഭാഷ എന്തെങ്കിലും മാറ്റമുണ്ടാ? നമ്മൾ ഒരിക്കലും മാറില്ല, അവരും ഒരിക്കലും മാറില്ല. നമ്മൾ ഈ പറച്ചിൽ നിർത്തില്ല, അവരൊരിക്കലും അത് മാറ്റാനും ഉള്ള. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മിണ്ടാണ്ട് വല്ലോട് തീർന്ന് ചെയ്തു കൊടുത്ത് അവരൊക്കെ അവരവരുടെ വഴിക്ക് വിട്ടാൽ നമ്മൾ നമ്മളുടെയും കാര്യം നോക്കി എല്ലായിടത്തേക്കും പോന്നു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. ഒരൊച്ചപ്പാടില്ല, ബഹളമില്ല. പക്ഷെ ഇതൊക്കെ ഒരു രസമാണ് അല്ലെ. ഒരു വീടുകളിൽ ഇങ്ങനെയൊക്കെ ഒച്ചമകളൊക്കെ വേണം. മനുഷ്യനല്ലേ, ഒരു വീട്ടിലും മനുഷ്യന്മാർ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒച്ചമകളൊക്കെ വേണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ വീട്ടില് നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കൃത്യമായ സ്ഥാനത്ത് നിന്ന് നമുക്ക് കിട്ടാതെ വരുമ്പോഴേ ഈ ബഹളമൊക്കെ വരുന്നത്. ഇപ്പൊ കുട്ടികൾ അവരുടെ ബാഗൊക്കെ കൊണ്ടുവന്നു, വൈകുന്നേരം വരുമ്പോ അവരവരുടെ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു, അവര് പിറ്റേ ദിവസത്തേക്കുള്ള ടൈം ടേബിളും നോക്കി, അവരുടെ ടിഫിനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ബെൽറ്റോ ടൈയോ എന്തൊക്കെയാണോ കൊണ്ട് ഇടണ്ടേ അതൊക്കെ അവര് തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒച്ചപ്പെടുമ്പകളൊന്നും ഉണ്ടാവില്ലല്ലോ. അവരെന്ത് ചെയ്യുന്നു, എവിടെന്നാ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഒരു കണക്കിനായിരിക്കും ഓടി പടഞ്ഞെത്തുക.
പിന്നെ ഇവിടെ നിന്ന് ഫ്രണ്ടിലത്തെ എന്താ പറയാ നമ്മുടെ സിറ്റ് ഔട്ട് തുടങ്ങി കിച്ചണിന്റെ ബാക്കിലെ വർക്ക് ഏരിയ വരെ ഇവരുടെ ഓരോ സാധനം നിരന്നു വരുന്ന. കാരണം എന്താ, ഇവിടെ തുടങ്ങി അവർ അയച്ചു തുടങ്ങും ഓരോ സാധനങ്ങൾ. ഇവർ ഇവിടെ തുടങ്ങി അഴിച്ച് അറ്റത്തെത്തുമ്പോഴേക്കും എല്ലാം ഊരി തീർന്നുണ്ടാവും. പിന്നെ അവരുടെ വീട്ടിലെ ഡ്രസ്സ് എടുത്തിടും, അവരവരുടെ പാട്ടിന് പോകും. ഇത് മുഴുവനും നമ്മൾ റിവേഴ്സ് അടിക്കണം. കാലത്ത് തുടങ്ങി എവിടെ പാക്കിങ് തുടങ്ങി വന്ന് ഫ്രണ്ടിൽ ഒരു എത്തുമ്പോഴേക്കും ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഡിസോർഡർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എല്ലാവരും ഡിസോർഡർ ആയി പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കി ഒരു സ്ഥലത്ത് വെച്ചാലോ, അവനവന്റെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വെച്ചാലോ, നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അത് അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാം. ഇവിടെ ഹോസ്പിറ്റൽസിലും there are many records regarding the patients, അവരുടെ മെഷീൻസ്, ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസ്, അവരുടെയൊക്കെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാവും. സോ ഹിയർ ദ റെക്കോർഡിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് their responsibility to keep all these records in a systematic manner. ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. സോ whenever necessary, എപ്പോഴാണോ ആവശ്യം വരുന്നത് അത് ആവശ്യക്കാർക്ക് എടുത്ത് അവർക്ക് ഇന്നതാണെന്ന് നിർത്ത് കൊടുക്കാം. അപ്പൊ ഇവരത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ലാണ്ട് പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ചോദിക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്റെ ചാർട്ട അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് പറ്റുമോ? പറ്റില്ല. പിന്നെ ആ സമയത്ത് ചോദിക്കുന്ന സമയത്ത് വെപ്രാളപ്പെട്ട അയ്യോ അത് എവിടെയാണോ ഇരിക്കണേ, അല്ലെങ്കിൽ ഏതിലാണോ ഫയലിലാണോ സേവ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെട്ടതുകൊണ്ട് കിട്ടുമോ? കിട്ടില്ല. നമ്മൾ വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നുകൂടിയും ഡിലേ ആകുള്ളൂ എന്ത് കാര്യം അല്ലെ. ഒന്നും കറക്റ്റ് ആക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് സമയം കൃത്യമായ ഓർഡറിലാണെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഇന്ന പാസ്വേഡിലാണ് ഞാൻ അത് സേവ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കത് കൊടുത്ത് അതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി അതാണ്. എല്ലാ ഇൻഫർമേഷൻസും പേഷ്യൻസിന്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് സിസ്റ്റമാറ്റിക് ഓർഡറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് എന്താണ്? ഹൗസ് കീപ്പിംഗ് ആണ്. ഇത് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിന്റെ റൂമുകളായിക്കോട്ടെ, ഡോക്ടേഴ്സിന്റെ റൂം ആയിക്കോട്ടെ, അതിന്റെ ടേബിളൊക്കെ കൃത്യമായിട്ട് അതാത് സ്ഥാനത്തൊക്കെ വെക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടേബിൾ ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീറ്റ് ആക്കി വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ധൃതിയിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. സോ ബിഫോർ എന്താ പറയാ കൺസൾട്ടേഷൻ, ഡോക്ടേഴ്സ് വന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ, കൺസൾട്ടേഷൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നീറ്റ് ആണോ ക്ലിയർ ആണോ, അവിടുത്തെ എന്താ പറയാ എന്തൊക്കെ ഉണ്ടാവുമല്ലോ, പെൻ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, മറ്റെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ സ്ഥലങ്ങളിലൊക്കെ വെക്കുക. പേഷ്യൻസിന് വരുമ്പോ ഒരു ക്ലിനിക്കില് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫ്ലോർ ആയാലും എല്ലായിടത്തും ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോലി. നെക്സ്റ്റ് എന്താണ്? ഡയറ്ററി സർവീസ് ആണ്. ഡയറ്ററി സർവീസ് എന്താണ്? ഡയറ്റ് പ്ലാൻ, അതായത് പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ദ പ്രൊവൈഡഡ് ഫുഡ് ഷുഡ് ബി ഇൻ എന്താ പറയാ അട്രാക്റ്റീവ് ആൻഡ് ഹൈജീനിക് മാനർ. വളരെ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നണം. ആ ഇരിക്കുന്ന സെറ്റിങ്സും അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് സാധനത്തിലാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അതും ഒക്കെ കാണുമ്പോൾ കഴിക്കാൻ മനുഷ്യന്മാർക്ക് തോന്നണ്ടേ. അപ്പൊ ആ രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ സറൗണ്ടിങ്സിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാനും കൊടുക്കാനും. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. അവർക്ക് മറ്റസുഖങ്ങൾ വരാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുക. And next one is the IT and communication. IT communication എന്താണ്? It assists the staff to make manage and also to care the patients very well. അതായത് അവിടെ വരുന്ന പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ ഹാൻഡിൽ ചെയ്യാം, മാനേജ് ചെയ്യാം. അതുപോലെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൃത്യമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അവര് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ആൾക്കാരാണ്. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യം അതാണ് കറക്റ്റ് ആയിട്ടുള്ള IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന്റെ എന്താ പറയാ ചാർട്ടുകൾ കൃത്യമായിട്ട് അവരുടെ നെയിമും അഡ്രസ്സും ഒക്കെ വെച്ചിട്ടൊക്കെ അതൊക്കെ സേവ് ചെയ്ത് വെക്കുക. അത് വേണ്ടപ്പോ എടുക്കേണ്ട സമയത്താണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഹോസ്പിറ്റൽസിലെ എല്ലാ റെക്കോർഡും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. IT ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും കെയറിങ് കൊടുക്കാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുന്ന രീതിയിൽ അവരുടെ ഇൻഫോർമേഷൻസ് സേവ് ചെയ്ത് വെക്കുക. രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാകും. മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മെഡിക്കൽ റെക്കോർഡ്സും IT ആൻഡ് കമ്മ്യൂണിക്കേഷനും രണ്ടാണ്, മറക്കരുത്. നെക്സ്റ്റ് വൺ മെഡിക്കൽ സോഷ്യൽ സർവീസ് ആണ്. ആൻഡ് ഓൾസോ ഹിയർ ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് എന്താ പറയാ അവരുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽസിൽ പോകാൻ ചില ആളുകൾക്കെങ്കിലും
എന്തോ ഒരു ഭയങ്കര നെർവസ് ഫീലിംഗ് ആണ്. കാരണം എന്താ, അവിടെ ചെല്ലുന്നത് മാത്രമല്ല, നമുക്ക് ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, തിരിച്ചു പോകുക. പക്ഷേ ഇൻ ബിറ്റ്വീൻ അതിനകത്ത് എന്തൊക്കെയാണ്, എവിടെയൊക്കെ ചെല്ലണം, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോ എല്ലാവർക്കും അവയർനെസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എവിടേക്കാണ് കൺസൾട്ടിങ്ങിന് വേണ്ടി പോകേണ്ടത്, എവിടെ ചെന്ന് നിൽക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് എല്ലാവർക്കും അത്ര ബോധ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സോ ടു ഹെൽപ്പ് ദം, അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ, അവർക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് എന്താ പറയാ കെയറിങ് കിട്ടുന്നുണ്ടോ, അവർക്ക് മെഡിസിനെ സംബന്ധിക്കുന്നതോ അവർ പേയ്മെന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ്സ് മോസ്റ്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സ്ട്രക്ചർ. ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത് പറയാ മെഡിക്കൽ സോഷ്യൽ സർവീസ്. അപ്പൊ അവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുക, ഒരു സേവനം എന്നതുപോലെ. പേഷ്യൻസിനെയൊക്കെ ഇപ്പൊ ചില ആളുകൾക്ക് അവരെ എന്താ പറയാ ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ കണ്ടു, പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അവർക്ക് അറിയില്ല, ചിലപ്പോ കൂടെ ആരുമില്ല. അങ്ങനെയുള്ള ഹെൽപ്പുകൾ കൊടുക്കുന്ന, ഇന്ന് അതൊക്കെ ഒരു എന്താ പറയാ സേവനം പോലെ ആണ് എങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ള കോഴ്സുകൾ തന്നെ ഉണ്ട്. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അല്ലെ, MSW എന്ന് പറയുന്ന കോഴ്സ് പുറത്തൊക്കെ നല്ല സ്കോപ്പുള്ള, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പോലെ തന്നെ സ്കോപ്പുള്ള ഒരു ഇതാണ്, ഒരു കോഴ്സാണ്. അതിന്റെയൊക്കെ ഡിഗ്രിയും PG ഒക്കെ എടുത്തിട്ട് പോകുന്ന ആളുകൾക്ക് എബ്രോഡിലൊക്കെ നല്ല സാലറീഡ് ആയിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമുക്ക് ജോലി കിട്ടുന്നു, അത് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോരുന്ന ജോലിയല്ല. ഇവിടെ അവിടെ വന്നു പോകുന്നവർക്ക് വേണ്ട മറ്റ് സഹകരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഇപ്പൊ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വരുന്നവരില്ലേ, അതായത് മെഡിക്ലെയിം ഒക്കെ എന്താ പറയാ ഉള്ളവര് മെഡിക്ലെയിം, പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും, എന്താണ് അതിന് ചെയ്യേണ്ടത്, എല്ലാവർക്കും അതിനെ കുറിച്ച് ബോധ്യമൊന്നുമില്ല. എനിക്ക് മെഡിക്ലെയിം ഉണ്ടെന്ന് മാത്രം അറിയാം, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വേർ ഇറ്റ് ഈസ് അവൈലബിൾ അല്ലെങ്കിൽ വേർ ഐ ഹാവ് ടു ഗോ, എനിക്ക് അത് കിട്ടാൻ വേണ്ടി ഞാൻ എവിടെ പോകണം, ഇതൊന്നും അറിയില്ലാത്തവരുണ്ട്. മെഡിക്ലെയിമിന്റെ കാർഡും ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ കിട്ടോ. മെഡിക്ലെയിം ഒക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഇതൊക്കെ എവിടെ പോയാലാ ഇത് മനസ്സിലാകുക, അത് ഏത് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ. അപ്പൊ അങ്ങനെയുള്ള ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, അവർക്കുള്ള സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ സർവീസ്. കിട്ടിയോ, മനസ്സിലായോ? ഒരു സർവീസ് ആണ്. യെസ്. ദെൻ അടുത്തത് എന്താ, ഫിസിയോതെറാപ്പിയാണ്. അതെന്താ, അത് നമുക്ക് ചില ബോഡി സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിലോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള രോഗങ്ങളിലോ നമുക്ക് ഉണ്ടാകുന്ന ബോൺ പെയിൻസ്, ജോയിന്റ് മസിൽ പെയിൻസ്, അതിനു വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് ഒക്കെ, ആ പെയിനൊക്കെ ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ബോൺസ്, ജോയിന്റ്സ്, മസിൽസ്, ഇതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുക. കിട്ടിയല്ലോ, കൂടുതൽ പറയാനൊന്നുമില്ല, നമ്മൾ പഠിച്ചതാ. അടുത്ത എന്താ, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. എന്താ മെയിൻ്റനൻസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഒത്തിരി ഉണ്ട് ഹോസ്പിറ്റൽസിലാകുമ്പോൾ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. റിപ്പയർമെന്റ് വെനെവർ നെസസറി ഇറ്റ് ഹാവ് ടു ബി പ്രൊവൈഡഡ് ടു ദ മെഷീൻസ്. ഒരുപാട് മെക്കാനിക്കൽ മെഷീൻസും ഒക്കെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽസിൽ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ക്രമക്കേടുകൾ വന്നാൽ, ഡിസോർഡർ ആയ, ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റിപ്പയർഡ് as soon as possible. Otherwise എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും ഉദ്ദേശിച്ച എല്ലാ വർക്കുകളും അവതാളത്തിലാകി പോകും. ഓക്കെ, അപ്പൊ അത്തരം എന്താ പറയാ ലാഗിങ് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാതിരിക്കാൻ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു എക്കോ എടുത്തുകൊണ്ടിരിക്കുന്ന എക്കോന്റെ മെഷീൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കുക, ആൻഡ് there are so many patients waiting outside. ഇതിന്റെ എക്കോ എടുക്കാൻ വേണ്ടിയിട്ട് കാർഡിയോളജിസ്റ്റിന്റെ മുറിയുടെ വാതിക്ക് ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ എക്കോ കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് എക്കോ എടുക്കാനായിട്ട്. അപ്പൊ when it is breaking down, അത് ഇടയ്ക്ക് വെച്ചിട്ട് നിന്നുപോയി, പെട്ടെന്ന് അത് എന്താ പറയാ റിപ്പയർ ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകള് നമുക്ക് അവൈലബിൾ ആയിരിക്കാം. സോ ഈ മെഡിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ് ഇങ്ങനെയുള്ള എന്തൊക്കെ മെഷീൻസ് അവിടെ ഉണ്ടോ അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാം, അവരെ വേഗം വിളിക്കാം. വിതിൻ നോ ടൈം പെട്ടെന്ന് വരുന്ന ആൾക്കാരുടെ നമ്പർ മേടിച്ച് വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇന്ന് വിളിച്ചു പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് വരാം, 3 ദിവസം വരെ എക്കോ എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ക്ലോസ് ചെയ്യാൻ പറ്റുമോ കാർഡിയോളജി? അതൊക്കെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും കൊടുക്കുക ഹോസ്പിറ്റൽസിന്. അവിടെ ചെന്നാൽ അവിടെ 2-3 ദിവസമായിട്ട് കാർഡിയോളജിസ്റ്റ് ഇല്ല, അവിടുത്തെ മെഷീൻ കേടായിട്ട് 3 ദിവസമായി എന്നൊക്കെ പറയാൻ പറ്റുമോ?
വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ പറയുന്ന പോലെ നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതായത് ഇവരുടെ ജോലിയാണത്. അങ്ങനെയുള്ള ഒത്തിരി മെഷീൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഈ മെക്കാനിക്കൽ എല്ലാ ഇൻസ്ട്രുമെന്റുകളും എന്താ പറയാ റിപ്പയർ ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈച്ച് ആൻഡ് എവറി മെഷീൻസും പല രീതിയിലുള്ളതാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് ഇതിന്റെ മെക്കാനിസവും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും റിപ്പയർമെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചു വന്നിട്ട് ഇതെല്ലാം നന്നാക്കിക്കോളാം, നീ അല്ലേ ഇവിടുത്തെ മെയിൻ്റനൻസ് ചെയ്യുന്ന വിഭാഗം എന്നൊന്നും ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പറ്റില്ല. ഒത്തിരി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും പല പല ആളുകളായിരിക്കും. അപ്പൊ ഇവരുടെയൊക്കെ നമ്പേഴ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന ആള് എക്കോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ എക്കോ കൊടുക്കുന്ന മെഷീൻ അത് കോണ്ടാക്ട് ചെയ്യേണ്ട ആള് ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞ നോട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായി. നെക്സ്റ്റ് എന്താ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. മെനി തിങ്സ് ആർ പർച്ചേസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിൽ ഒരുപാട് മെഷീൻസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. എല്ലാ മെറ്റീരിയൽസും വാട്ട് എവർ ദ ഹോസ്പിറ്റൽ പർച്ചേസസ് ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവരാണ്. അപ്പൊ എന്തൊക്കെ പർച്ചേസ് നടത്തുന്നുണ്ടോ ഇതിനൊക്കെ ഇവരുടെ കൂടെയാണ് കടന്നു പോകുക, ഇവരുടെ കൈ കൂടി ആയിരിക്കും കടന്നു പോകേണ്ടത്. ഇതൊക്കെ ഇവർ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായ റെക്കോർഡ്സ് വെക്കണം. അപ്പൊ അതൊക്കെ ഇവിടെ കാണണം. ഇനി അതിൽ നിന്ന് എടുത്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഓടുമ്പോ അത് ഇത്രണ്ണം കൊടുത്തു, മെഡിസിൻസ് ആണെങ്കിൽ ഇത്രണ്ണം കൊടുത്തു, അതൊക്കെ അവരപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യണം. അതർവൈസ് അത് എന്താ പറയാ ഈ പറയുന്ന പോലെ ഒരു കളപ്പിഴ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ മെറ്റീരിയൽസും എന്തൊക്കെയാണോ വട്ട് എവർ മെറ്റീരിയൽസ് ദേ ആർ പർച്ചേസിംഗ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് correctly and in the order of date of order ലോ ഒക്കെ അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. അവരുടെ ഒരു എന്താ പറയാ ബാധ്യതയാണത്. അത് മാത്രമല്ല അത് മാനേജ് ചെയ്യും വേണം. ആ മെറ്റീരിയൽസ് ഒക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അവരിൽ കൂടിയാണ് ഇതൊക്കെ പോകേണ്ടതും വരേണ്ടതും ഒക്കെ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ ആയോ? ഇതിപ്പോ എന്താണ്, ഞാനൊരു ചെറിയ നോട്ട് പോലെ കുഞ്ഞു കഷ്ണമായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി തരാം. സമയം വരെ, അതായത് നമ്മളുടെ സമയം വരെ. അടുത്ത ടീച്ചറെ നമുക്ക് അവരുടെ സമയം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്ന് വേഗം എഴുതി വെച്ചേക്കാം. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. ചെറിയ നോട്ട്സ് പോലെ വേഗം എഴുതി തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണെന്ന്. ഒറ്റ നോട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് എഴുതിയിട്ട് ഒന്നാമത്തെ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് എഴുതാം. ക്ലിനിക്കൽ ലബോറട്ടറീസ്. ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. പ്രൊവൈഡിങ് wide range of lab procedures, which help doctors for their treatment. Providing wide range of lab procedures which help doctors for their treatment. Okay, രണ്ടാമത്തെ ഇതാ റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഇമേജിംഗ് imaging the interior of the body through 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 x-rays. X ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് റേസ് എഴുതണം കേട്ടാ. x-rays, ultrasound, etc. ക്ലിയർ ആയോ? രണ്ടെണ്ണം ക്ലിനിക്കൽ ലബോറട്ടറി എഴുതി, റേഡിയോ ഡയഗ്നോസിസ് സർവീസസും എഴുതി. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD എന്ന് എഴുതിയാലും മതി. കുറെ പ്രാവശ്യം കേട്ട് നിങ്ങളുടെ ഉറക്കത്തിൽ പറയും നിങ്ങൾ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നല്ലേ പറയില്ലേ? ഓക്കെ,
CSSD എന്ന് മതി. ഓക്കെ, ഒരു ഹൈഫൻ ഇടാം. Sterilization of hospital equipments. Hospital equipments in different departments. In different departments. Sterilization of hospital equipments in different departments used for surgeries. Used for surgeries. Next one, hospital pharmacy. Hospital pharmacy. Hospital pharmacy, hyphenated data. A department which dispense medications. Which dispense ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക, വിതരണം ചെയ്യുക. DISPENSE, dispense medications. മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലം, അതാണ് ഹോസ്പിറ്റൽ ഫാർമസി. നെക്സ്റ്റ് വൺ, മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ് മിസ് വിച്ച് ഡിസ്പെൻസ് മെഡിക്കേഷൻ ക്ലിയർ ആയില്ല. മെഡിക്കേഷൻസ് മരുന്നുകൾ തന്നെയാണ്. മെഡിസിൻസുമാർ അവർ കുറച്ചുകൂടി എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ സയൻസ് രീതിയിൽ അവർ ഉപയോഗിക്കുന്ന വാക്കാണ് മെഡിക്കേഷൻസ് എന്ന് കേട്ടാ. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ്. നെക്സ്റ്റ് വൺ, മെഡിക്കൽ റെക്കോർഡ്സ്. A systematic documentation. A systematic, SYSTEMATIC, systematic documentation. Systematic documentation of patients. Patient എന്നാണ്, patient apostrophe S. Patients എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ളതല്ല, ഇവിടെ രോഗികളുടെ എന്നാണ്. Patient apostrophe S ഇടണം. Patients medical history. Patients medical history and current treatment and care. Current, CURRENT, current treatment and care. ഇപ്പോഴുള്ള ട്രീറ്റ്മെന്റും കെയറും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Next one, housekeeping. Housekeeping. Hyphenated data. Works, 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 work ന്റെ കൂടെ ഒരു S ചേർക്കുക. Works closely with the other departments. Closely with the other departments. Closely with the other departments in making hospital pleasant and safe. Pleasant, ഒരു പ്ലീസിംഗ് മാനറിൽ കണ്ടാലും ഹായ് വൃത്തി എന്നൊക്കെ കാണുമ്പോ തന്നെ ഒരു ഹോസ്പിറ്റലാണെന്ന് തോന്നിക്കരുത്. അതാണ് ഹോസ്പിറ്റലിനകത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ്ടേ. പ്ലസന്റ് ആൻഡ് സേഫ്, സേഫ് ആണ്. യഥേഷ്ടം രോഗികൾക്ക് മര്യാദയ്ക്കൊക്കെ സഞ്ചരിക്കാം. ബിക്കോസ് അവിടെ അൺഹൈജീനിക് ആയിട്ടൊന്നുമില്ല എന്നൊക്കെ ഉറപ്പുവരുത്തണം, എന്നാലല്ലേ പറ്റുള്ളൂ അതൊക്കെ. പ്ലസന്റ് ആൻഡ് സേഫ്. നെക്സ്റ്റ് വൺ, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. Dietary Service Department. Department which provides attractive food. Attractive food. Maintaining hygiene. HYGENE, hygiene and high
standard, high standard to all patients. To all patients. നിലവാരമുള്ള ഹൈജീനിക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഒരെണ്ണം കൂടി എഴുതാം, ബാക്കി അടുത്ത ദിവസം എഴുതാം, അല്ലെങ്കിൽ ടീച്ചറിനെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. IT and communication. IT and communication. IT and communication. Assist the staff. Assist the staff to manage and provide care for the patients. Provide care for the patients. പേഷ്യൻസിന് ആവശ്യത്തിനുള്ള കെയറും അതുപോലെ തന്നെ സ്റ്റാഫുകളെയൊക്കെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള വഴി കൃത്യമായ രീതിയിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇന്ന് പഠിപ്പിച്ചതൊക്കെ? ഓക്കെ അല്ലേ എല്ലാവരും? സന്തോഷായോ?